നമസ്കാരം സാർ. നമസ്തേ. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ ഒക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പുതിയ രീതിയിലുള്ള നരേറ്റീവ്സ് വളരെ സമൃദ്ധമായി നമ്മുടെ തന്നെ മാധ്യമങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് ഇന്നലെ വരെ പിണറായി വിജയനെ നിശിതമായി വിമർശിച്ചിരുന്ന മാധ്യമങ്ങളും അവരുടെ പ്രതിനിധികൾ പോലും ഇന്ന് ഒരു മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറഞ്ഞാൽ മൃദു പിണറായി സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഇവരെ പ്രേരിപ്പിച്ചത് ഇന്നലെ വരെ പിണറായി തോൽക്കാനാണ് സാധ്യത, 100 സീറ്റുക്കുള്ളിൽ തന്നെ തൂക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു കാഴ്ചപ്പാടിലേക്ക് മാറിയത്? അതിൻ്റെ പിന്നിലുള്ള സാഹചര്യങ്ങൾ എന്താണ്? ഈ കേരളത്തിന്റെ ഇലക്ഷൻ ചരിത്രം എടുത്ത് നോക്കിയാൽ മാധ്യമങ്ങളെ വശപ്പെടുത്തി അത് നിലവിലുള്ള സർക്കാരിനെ പ്രകീർത്തിക്കുന്ന ഇത്രത്തോളം പ്രകീർത്തിച്ച ഒരു ഇലക്ഷൻ പോലും മുൻകാലത്ത് ഉണ്ടായതായിട്ട് തോന്നില്ല. മാധ്യമങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് വശപ്പെടുത്താൻ, കയ്യിലെടുക്കാം, അല്ലെങ്കിൽ ആധുനിക പ്രൊപ്പഗൻഡ സംവിധാനങ്ങളും ആധുനിക PR ടാക്ടിക്സും വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഇടതുമുന്നണിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രത്യേക നാഴികക്കല്ലാണ് ഈ ഇലക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് കേരള സർക്കാരിൻ്റെയും പിണറായി വിജയന്റെയും ബ്രാൻഡ് ബിൽഡിങ്ങും ഇവരുടെ ഇലക്ഷൻ കോർഡിനേഷനും എല്ലാം നടത്തുന്നത് ദേശീയ തലത്തിലുള്ള ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമാണെന്നാണ്. ഈ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് മദ്രാസിൽ നിന്നുള്ള ഒരു പത്രമാണ്. പക്ഷെ ആ പത്രമല്ല അത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി, ഇംഗ്ലീഷ് എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. വെറുതെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഉള്ളത് കൊണ്ടല്ല, പക്ഷെ ഞാൻ അത് സത്യമാവണമല്ലോ. അവരല്ല അത് ചെയ്യുന്നത്, മറ്റൊരു ദിനപത്രമാണ്, അവരെക്കാൾ വലിയൊരു ദിനപത്രം സർക്കുലേഷനിൽ. അപ്പോ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കാണും, പിണറായി വിജയനെ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഇലക്ഷൻ തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണ്. അപ്പൊ നമ്മൾ കേരളത്തിലെ മാധ്യമ ചർച്ചകൾ എടുത്ത് നോക്കിയാൽ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം തന്നെ പിണറായിക്കെതിരെ അതിശക്തമായിട്ട് CPM-നെതിരെ അതിശക്തമായിട്ട് സംസാരിക്കുന്ന നിരീക്ഷകരെയും അതുപോലെ മാധ്യമപ്രവർത്തകരെയും ഒക്കെ ഇപ്പോൾ ഒരു മാധ്യമത്തിലും ചർച്ചയ്ക്ക് വിളിക്കാറില്ല. അവരെയൊക്കെ പരിപൂർണമായിട്ട് മാറ്റി നിർത്തി. ഇതെല്ലാം കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിലാണ് ഈ മാറ്റമെല്ലാം സംഭവിച്ചത്. അതായത് ഇലക്ഷനോട് അടുക്കുമ്പം ഒരു പുതിയ പരിപ്രേക്ഷ്യം, നറേറ്റീവ് സൃഷ്ടിക്കുകയും ഒരു പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്നും പലതും മായ്ച്ചു കളഞ്ഞുകൊണ്ട് പുതിയ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് നിറയ്ക്കുകയും ചെയ്ത് ഒരു ഇലക്ഷൻ തന്ത്രമാണ്. അത് ആർക്കും തന്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പൈസ ഉള്ളവർക്കെല്ലാം തന്ത്രം പ്രയോഗിക്കാം. ഒരുപക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ UDF-ന്റെ കയ്യിൽ അതിനുള്ള ആ ഒരു കോപ്പുകൾ ഇല്ലായിരിക്കാം, പൈസ ഉൾപ്പെടെയുള്ളത്. CPM അത് പ്രയോഗിക്കുന്നു. ഒരുപക്ഷെ പഴയ കാലത്ത് അക്രമം ഉപയോഗിച്ച് ആൾക്കാരെ വോട്ട് ചെയ്യിപ്പിച്ചിരുന്നതിലും മാത്രമായിട്ട് ഇന്ന് ബുദ്ധി ഉപയോഗിച്ച് ഇന്റലക്ച്വൽ മാനിപ്പുലേഷൻസ് നടത്തി, പ്രൊപ്പഗൻഡ വാർ നടത്തി, ആധുനികമായിട്ട് ഒരു തുള്ളി ചോര പോലും ശത്രുവിന്റെ വീഴ്ത്താതെ ശത്രുവിന്റെ മനസ്സ് മാറ്റാം എന്നുള്ള ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഒരു തന്ത്രം, ഒരു സ്ട്രാറ്റജി, അത് ഇടതുമുന്നണി രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, മാധ്യമങ്ങൾ അതിന്റെ ആ ഒരു പരമ്പരാഗതമായിട്ടൊരു സങ്കല്പമുണ്ട്. ഒരു മാധ്യമം എന്നാൽ ഒരു പരിധി വരെ നിഷ്പക്ഷം. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ആരും നിഷ്പക്ഷരാണെന്ന് ഞാൻ പറയത്തില്ല. എനിക്കും പക്ഷമുണ്ട്. പക്ഷെ ആ പക്ഷം നിൽക്കുമ്പോൾ തന്നെ, അങ്ങേക്കും എനിക്കും എല്ലാവർക്കും ഈ ലോകത്തിൽ പക്ഷമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ആ പക്ഷം നിൽക്കുമ്പോൾ തന്നെ അതിലൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. ഇപ്പൊ ഒരു വാർത്ത പൂർണ്ണമായിട്ട് നമ്മൾ മുക്കാറില്ല. വാർത്ത തന്നെ, അത് ഇല്ലെന്ന് ആരും നിഷേധിക്കരുത്. പകരം ഒരുപക്ഷെ ആ വാർത്തയെ നമ്മൾ വിശകലനം ചെയ്യുന്ന രീതി, കാണുന്ന രീതി വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് മാറിയിട്ട് വാർത്തയേ ഇല്ല, ആ സംഭവമേ ഇല്ല, പരിപൂർണമായിട്ട് നിഷേധിക്കുന്ന സമീപനം. ഇപ്പം ചാനൽ ചർച്ചകളിൽ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് CPM-ന്റെ ഇപ്പൊ CPM-കാർ ചാനൽ ചർച്ചയിൽ വരാറില്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? CPM സഹയാത്രികരെന്നാണ് പറയുന്നത്. ഈ സഹയാത്രികർ നല്ല പൈസ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഈ സഹയാത്രികർ വന്നിട്ട് അവര് പലപ്പോഴും ഇപ്പൊ പിണറായി സർക്കാരിന്റെ സുപ്രീം കോടതിയിൽ പിണറായി സർക്കാർ നൽകിയ ദേവസ്വം വിഷയത്തിൽ ഇപ്പോൾ നൽകിയ
സ്റ്റേറ്റ്മെന്റും പഴയ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ ഉം. ഈ സഹയാത്രികൻ പെട്ടെന്ന് പറയാം അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഉം. CPM അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ കൊടുത്തിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയും. ഉം. അപ്പം നമ്മൾ ചിലപ്പോൾ അന്തം വിട്ടിരിക്കും, ഉം. ഇത് ഇങ്ങനെ കള്ളം എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത്. ഉം. പക്ഷെ അതും ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഉം. അതായത് ആങ്കറുടെ സഹായത്തോടു കൂടി ഉം. CPM സഹയാത്രികര് ഉം. എതിരാളികൾ പറയുന്ന വസ്തുതകളെ പൂർണ്ണമായിട്ടും അങ്ങ് നിഷേധിക്കും. അതായത് ലീഡിങ് ക്വസ്റ്റ്യൻസ് നിഷേധിച്ചിട്ട് അവരുടെ ലീഡിങ് ക്വസ്റ്റ്യൻസ് ആണ് അല്ല ആങ്കർ ചോദിക്കുന്നത്. അതായത് ഇതില് തീർച്ചയായിട്ടും അതിന് പിന്നെ അതായത് ലെയേർഡ് നറേറ്റീവ് എന്ന് അതിന് PR തന്ത്രം പറയും. ഉം. അതായത് ഒരു നറേറ്റീവിനുള്ളിൽ വേറൊരു നറേറ്റീവ് ഉണ്ടാകും. അങ്ങനെ പിന്നെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒരുപക്ഷെ ഈ CPM സഹയാത്രികൻ പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവരെ ആയിരിക്കും തെരഞ്ഞെടുത്ത് വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മള് മനഃശാസ്ത്രത്തിൽ പറയും കൺഫർമേഷൻ ബയസ് എന്ന് പറയും. അതായത് ഞാനിപ്പം ഒരു വിഷയം അങ്ങയുടെ മുന്നിൽ അവതരിപ്പിക്കും, അത് ഞാൻ എത്ര തെളിവ് തന്നാലും അങ്ങ് അത് അംഗീകരിക്കില്ല. കാരണം അത് അങ്ങയുടെ വിശ്വാസ പ്രമാണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ്. അപ്പൊ അങ്ങ് അത് അംഗീകരിക്കില്ല. ഇതാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള മനഃശാസ്ത്രപരമായ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഈ പിന്നെ പണ്ട് സ്റ്റാലിൻ റഷ്യയിൽ ഭരിച്ചിരുന്ന കാലത്ത് അന്ന് സ്റ്റാലിൻ ഒരു സോവിയറ്റ് യൂണിയൻ, റഷ്യ അല്ലെന്ന് സോവിയറ്റ് യൂണിയനാണ്. അപ്പൊ ഫയർ ഹോസ് ഓഫ് ഫാൾസ്ഹുഡ് എന്ന് പറഞ്ഞൊരു PR തന്ത്രം രൂപീകരിച്ചു. ഫയർ ഹോസ് ഓഫ് ഫാൾസ്ഹുഡ്, അതായത് നിരന്തരം നിർഭയം ആയിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നിരന്തരമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന കള്ളം സത്യമാണ് എന്ന് ജനം അംഗീകരിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ പിന്നെ സത്യത്തെയും കള്ളത്തിൻ്റെയും റോള് നിങ്ങളങ്ങ് മാറ്റുകയാണ്. നമ്മൾ ഈ സത്യാനന്തര കാലം എന്ന് പറയുമ്പോൾ ആ സത്യാനന്തര കാലമാണത്. അതായത് നിങ്ങൾ സത്യവേദ കള്ളവേദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വയ്യാതെ നിങ്ങൾ കേൾക്കുന്നവരൊരു വിഭ്രാന്തിയിലാവും. എന്നിട്ട് അങ്ങനെ വിഭ്രാന്തിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് കള്ളവും നിങ്ങളെ അടിച്ചേൽപ്പിക്കാം. ഏറ്റവും ശക്തമായി പറയുന്ന ആളാണ് സത്യം പറയുന്നത്, അല്ലെ ഏറ്റവും ശക്തമായി പറയുന്ന ആള് പറയുന്നതായിരിക്കാം സത്യം എന്നുള്ള ഒരു നിഗമനത്തിൽ കേൾവിക്കാരനെത്തും. അപ്പൊ കേൾവിക്കാരനെ പിന്നെ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട് കേൾവിക്കാരനെ പിന്നെ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യം നറേറ്റീവ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. അതുപോലെ തന്നെ അവരെ എതിർക്കേണ്ടത് ആരായിരിക്കുമെന്ന് അവർ തന്നെ തീരുമാനിക്കും. ഇപ്പൊ അതാണ് ഞാൻ ചാനൽ ചർച്ചകളിൽ അതിശക്തമായി CPM-നെ പൊളിച്ചു കാണിക്കുന്ന ആൾക്കാരെ വിളിക്കില്ല. അതിന് പകരം പകുതി വെന്ത അറിവുള്ള ഒട്ടും അറിവില്ലാത്തവരെ ആണേലും കുഴപ്പമില്ല, പാർട്ടി കൊടുക്കുന്ന ക്യാപ്സൂളുകൾ കൃത്യമായിട്ട് വന്ന് സംഭാഷണം നടത്തുക, അങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും അവിടെ പിടിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വ്യക്തികൾ പറയുന്നത്, ഈ വ്യക്തികളെ എതിർക്കേണ്ട ആൾക്കാരെ പിന്നെ അവർ തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയേക്കാൾ വളരെ ദുർബലനായ ഒരാളെ ആയിരിക്കും എതിർ ഭാഗത്തെ സഹയാത്രികനായിട്ട് കൊണ്ടിരുത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പം കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യാൻ വലിയ പിന്നെ ഒരു വിവരമില്ലാത്ത ഒരാളിനെ ആയിരിക്കും വിളിക്കുന്നത്. BJP-യെ പ്രതിനിധാനം ചെയ്യാനായിട്ട് അവരുടെ ഇടയിലെ ഏറ്റവും കൊള്ളരുതാത്ത ഒരാളിനെ നോക്കിയിട്ടായിരിക്കും ഈ ചാനലുകാർ വിളിക്കുന്നത്. അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹയാത്രികനെ വിളിക്കുമ്പോൾ അതിൽ ഏറ്റവും ഗുണമില്ലാത്ത ഒരാളിനെ വിളിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ CPM സഹയാത്രികനായിരിക്കും എപ്പോഴും ചർച്ചയിൽ മേൽക്കൈ. അയാളെ എതിർക്കാനുള്ള ഒരു ശേഷിയില്ലാതെ മറ്റേ ആള് വിഷമിക്കും. പ്രത്യേകിച്ച് ഈ ആങ്കറുടെയും കൂടെ പിന്തുണ അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളിലെല്ലാം തന്നെ CPM-ന് മേൽക്കൈ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഇന്നലെ പേര് പറയാത്തൊരു ഉദാഹരണം ഞാൻ ഇപ്പം തന്നെ പറയാം. ഇന്നലെ കണ്ട ഒരു ഉദാഹരണം, ഒരു പ്രമുഖ ചാനലിൽ ജിൻഡോ ജോൺ ആണ് കോൺഗ്രസിന് വേണ്ടി പങ്കെടുക്കുന്നത്, ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു പ്രൊഫസർ. അപ്പോൾ എപ്പോഴെങ്കിലും ജിൻഡോ ജോൺ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ ആങ്കർ ഇടപെടുകയും ജിൻഡോ ജോൺ അത് ചൂണ്ടിക്കാണിച്ചത് താങ്കൾ ഇങ്ങനെ ഇടപെടുന്നു. അപ്പോൾ ആങ്കറുടെ മുഖം വളരെ വെളുത്ത് ചമ്മിയിരിക്കുന്ന ആ മുഖം കാണുമ്പോൾ കാര്യങ്ങളവിടെ കൃത്യമാവുക നമുക്ക്. അതാണ് അതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അത് ആലോചിച്ചുറപ്പിച്ച ഒരു PR സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതായത് പിന്നെ എതിരാളിയെ ഒരു കൃത്രിമമായ അന്തരീക്ഷം സൃഷ്ടിച്ച് എതിരാളി പരാജയപ്പെടുന്നു, എതിരാളിയുടെ വാദമുഖങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് കേൾവിക്കാരിൽ ഒരു തോന്നൽ ജനിപ്പിക്കാൻ സൃഷ്ടിക്കുന്ന
ഒരു ഒരു PR സ്ട്രാറ്റജി, ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജി ഒക്കെയാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമം തന്നെ അതിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു വലിയ ഒരു വിശ്വാസ്യത. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ മാധ്യമപ്രവർത്തകനായ എനിക്ക് ഒരുപാട് വ്യക്തികളായിട്ട് പരിചയമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് എനിക്ക് അവരുമായിട്ട് വ്യക്തിപരമായിട്ട് ചില പിന്നെ ധാരണകൾ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ധാരണകൾ സൃഷ്ടിച്ചെടുത്തിട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയത്തെ അതിന് ഒരു മേൽക്കൈ കൊടുക്കാൻ, പലപ്പോഴും ചർച്ചകളിൽ മേൽക്കൈ കൊടുക്കാൻ എനിക്ക് ലഭിക്കും. അത് ഇത് കാണിക്കുന്നത്, ഞാൻ പറയുന്ന നമ്മുടെ മാറുന്ന ഇലക്ഷൻ തന്ത്രത്തിന്റെ ഒരു 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 രേഖാചിത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു നേർക്കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഫലനമാണ് ഇതെല്ലാം. അതായത് ഇനി പഴയ കാലത്തെ പോലെ കോർണർ മീറ്റിങ്ങുകളിൽ സംസാരിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വ്യക്തികളെ നേരിട്ട് നമ്മൾ കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ഈ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും ഒക്കെയുള്ള നിരന്തരമായിട്ടുള്ള ഈ മസ്തിഷ്ക പ്രക്ഷാളനം അഥവാ ബ്രെയിൻ വാഷിംഗ് വിധേയമായിട്ടുള്ള ആൾക്കാര്, അവര് പിന്നെ ഈ പറയുന്ന പോലെ പലതും കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുടെ പിടിയിലായിരിക്കും. അതിന് ഇനി വേറൊരു കുഴപ്പം കൊണ്ടുണ്ട്. ഈ സൈക്കോളജിയിൽ ബാക്ക് ഫയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസമുണ്ട്. അതായത് ഇപ്പൊ താങ്കൾ ഇതുപോലെ ആരുടെയെങ്കിലും മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായിട്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ഞാൻ താങ്കൾ വിശ്വസിക്കുന്നതിന് എതിരായിട്ടുള്ള കുറെ വസ്തുതകൾ നിരത്തിയാൽ എനിക്ക് താങ്കളെ ഒരു കാരണവശാലും എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനും പറ്റില്ല. മാത്രമല്ല താങ്കളുടെ വിശ്വാസത്തിൽ കുറച്ചുകൂടി രൂഢമായിട്ട് ഉറയ്ക്കുകയും ചെയ്യും. ഇതെല്ലാം പ്രത്യേക മാനസിക അവസ്ഥകളാണ് മനുഷ്യന്റെ. അതായത് ഈ മനുഷ്യനെ പിന്നെ പ്രൊപ്പഗണ്ടയിലൂടെ ഒരു യുദ്ധത്തിനേക്കാൾ എളുപ്പത്തിൽ പ്രൊപ്പഗണ്ടയിലൂടെ മനുഷ്യനെ മാറ്റിയെടുക്കാം. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന്, അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സർവകലാശാലകളൊക്കെ ഉണ്ട് ലോകത്തിൽ. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിലൊന്നാണ് സ്റ്റാൻഫോർഡ്. ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാൻഫോർഡ് ബിഹേവിയറൽ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെയാണ് മനുഷ്യരുടെ മേൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തും. ഇപ്പൊ ഞാൻ അങ്ങയുമായിട്ട് സംസാരിച്ച് അങ്ങ് അറിയാതെ തന്നെ ഞാൻ അങ്ങയെ മാറ്റിയെടുക്കുകയും, ഞാൻ ആദ്യം അങ്ങയുടെ ഏറ്റവും വലിയ ആരാധകനും അങ്ങയെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ ഇരുന്ന് താങ്കൾ എന്നെ 100% വിശ്വസിക്കുന്ന ഘട്ടത്തിൽ വെച്ച് ഞാൻ അങ്ങയുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കുത്തിവെക്കാൻ തുടങ്ങും. അങ്ങനെ കുത്തിവെച്ച് ഞാൻ താങ്കളെ പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിയിടുകയും ചിലപ്പോൾ താങ്കൾ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പത്തിൽ ഒരുപക്ഷെ ഭ്രാന്തിന്റെ വക്കിലോളം എത്തുന്ന ഒരു അവസ്ഥയിലെത്തുകയും, അതല്ലെങ്കിൽ ഞാൻ താങ്കൾ അറിയാതെ താങ്കളെ എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മനുഷ്യ മനസ്സിനെ ഇത്തരം പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അമേരിക്ക ഇത്തരം ഒരു ആശയ യുദ്ധത്തിന്റെ ഒരു മുഖ്യ കേന്ദ്രമാണ്. അത് രൂപപ്പെടുത്തുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. എന്തായാലും ശരി, അത് കൊച്ചു കേരളത്തിലും പിന്നെ ഈ ഇലക്ഷനിൽ ഇത്തരം ഒരു വലിയ ഒരു ആശയ യുദ്ധത്തിലൂടെ പിണറായി പല കാര്യങ്ങളിലും മേൽക്കൈ നേടിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിണറായി പലയിടത്തും ഈ ആശയ യുദ്ധത്തിലൂടെ അദ്ദേഹത്തിന്റെ പരിമിതികളെ പിണറായിയുടെ ടീം മറികടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബുദ്ധിമാന്മാരെ എപ്പോഴും അഭിനന്ദിച്ചേ പറ്റൂ. മണ്ടന്മാർക്ക് നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിലനിൽക്കാനുള്ള അവകാശം വളരെ കുറവാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് നമ്മുടെ തിയറി. പക്ഷേ തിയറി എന്തോ കമന്റ് പറയാൻ വന്നല്ലോ, പറയൂ. അല്ല, അത് പറഞ്ഞു. പിണറായിക്ക് കൊടുത്ത അഭിനന്ദനം നികേഷ് കുമാറിനും ബ്രിട്ടാസിനും കൊടുത്തിരുന്ന കുറെ കൂടെ നന്നാകുമായിരുന്നു ഞാൻ പറഞ്ഞു. അല്ല, നികേഷ് കുമാറും ബ്രിട്ടാസും ഒന്നുമല്ല, പാവങ്ങൾ. അവരൊക്കെ ഈ താഴെ തട്ടിലുള്ള ആൾക്കാരാണ്. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന വലിയ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, അഖിലേന്ത്യാ തലത്തിൽ അതിൽ ഒരു വ്യക്തി ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തൽക്കാലം ഞാനത് അറിയുവാണെങ്കിൽ പറയുന്നത് ശരിയല്ല. കാരണം ഞാനും ഇത്തരം പ്രവർത്തികളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും ഒക്കെ. പക്ഷെ ഇതൊക്കെ കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ഇത് ഇന്റലക്ച്വൽ വാറാണിത്. ഏത് യുദ്ധത്തിലും ബുദ്ധിയുള്ളവൻ ജയിക്കും. അപ്പൊ അതിനെ പ്രതിരോധിക്കേണ്ടത് പിണറായിയെ എതിർക്കുന്നവരാണ്, ഞാനല്ല. പിണറായി എതിർക്കുന്ന കോൺഗ്രസും പിണറായി എതിർക്കുന്ന മുസ്ലിം ലീഗും പിണറായി എതിർക്കുന്ന BJPയും ഒക്കെ ഈ ബുദ്ധിയുടെ അപ്പുറത്തെ ബുദ്ധി അവർ പ്രയോഗിക്കണം. അവർ പ്രയോഗിച്ചാൽ അവർ ജയിക്കും. നമ്മൾ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ നമുക്കിത് പരിപൂർണമായിട്ട് പക്ഷം ചേരാനുള്ള അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
പക്ഷെ നോക്കിക്കാണുകയും കാണുന്ന കാര്യങ്ങൾ ലോകത്തിനോട് പറയുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു അവകാശം മാധ്യമപ്രവർത്തകർക്കുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിച്ചത്. അപ്പോൾ അല്ല, മാധ്യമപ്രവർത്തന രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ വിശ്വസിക്കുന്നുള്ള തോന്നലുണ്ട്. എല്ലാവരും ഒരുപോലെ. ഇപ്പം നമ്മൾ ഇന്നലെ ഏറ്റവും പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന വേറൊരു ചാനൽ, ആ ചാനലിൻ്റെ വാർത്ത അവതരിപ്പിക്കുന്ന രീതിയും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോവുക. അപ്പോൾ എങ്ങനെ ഈ 2 ദിവസം കൊണ്ട് ഈ മാറ്റം വന്നെന്നുള്ള തലേദിവസം വരെ ഭയങ്കരമായിട്ട് വിമർശനമായിരുന്നു. പെട്ടെന്നാണ് മാറുന്നത്. പ്രധാനപ്പെട്ട ഇഷ്യൂസ് എല്ലാം മാറി. ശബരിമല വിഷയമില്ല, ഒരു ചാനൽ ചർച്ചയിലും ശബരിമല വിഷയമില്ല. ഇവർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൊടുക്കുന്ന ശബരിമല പറയുന്നില്ലല്ലോ ഒരു ചാനലുകാരും. ഉണ്ടോ? അപ്പം ബോധപൂർവം ജനങ്ങൾ അഭിപ്രായം പറയേണ്ട വിഷയങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്തുക. അതാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. അത് സത്യമാണ്. അത് പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ കണ്ടെത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. നമ്മുടെ ചുമതലയല്ല. അതെ, തീർച്ചയായും നമ്മുടേന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഒരു പക്ഷത്തും നിൽക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിരിക്കുന്ന BJPയും ഒക്കെയാണ് ഇത്തരം തന്ത്രങ്ങളെ തലനാരിഴകീറി പരിശോധിച്ച് അതിനെയൊക്കെ പൊളിച്ചെടുക്കേണ്ടത് അവരുടെ ജോലിയാണ്. അവർക്കതിന് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് പിണറായി എന്ന ബുദ്ധിമാന്റെ മുമ്പിൽ അവർക്ക് പരാജയപ്പെടാനാണ് അവരുടെ വിധി എന്ന് കരുതി വീണ്ടും പ്രതിപക്ഷത്തിരിക്കാം. അതല്ലെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ പോരാടി ഈ പിണറായിയെ നമുക്ക് കള്ളി വെളിച്ചത്താകാൻ നിങ്ങൾ തനി തങ്കമല്ല, നിങ്ങൾ വെറും ചെമ്പ് പൂശാണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരാം. അപ്പം ഇവർ തമ്മിലുള്ള യുദ്ധമാണ്. അതിലാര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിലൂടെ ഇത്തരം കപടതന്ത്രങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പിന്നിലുള്ള ആ ഒരു മുഖമാണ് നമ്മൾ പൊളിച്ചു കാണിക്കുന്നത്. തീർച്ചയായിട്ടും ചിന്തിക്കുന്ന കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ എന്നുള്ള ഒരു വചനം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണുള്ളവര് അവരിത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ചെയ്യട്ടെ. കാതുള്ളവര് ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് അതൊക്കെ വിശകലനം ചെയ്ത് അവരുടേതായ ഒരു തീരുമാനമെടുക്കട്ടെ. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാണാം. നന്ദി.